ഇപ്പോഴും ഒരു 90% ആളുകളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതിനുള്ളിൽ പല ആൾക്കാരും നെറ്റ് ചുളിക്കാനുള്ള ഒരു കാരണം ഇതിന് വ്യക്തമായ ഒരു നിയമ സംരക്ഷണം ഒന്നും ഇതുവരെ ഇല്ലായിരുന്നു. ഇന്ത്യയിൽ 95 ഇത് തുടങ്ങിയെങ്കിലും ഈ 2025 വരെ അല്ലെങ്കിൽ 19 വരെ, കറക്റ്റ് 19 പാർലമെന്റിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനുള്ളിൽ എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡിഫൈൻ ചെയ്തത്. അപ്പൊ അതുവരെ അതിന് വ്യക്തമായ നിയമങ്ങളൊന്നുമില്ല. പക്ഷെ 2025 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിനൊരു മോണിറ്ററിംഗ് അതോറിറ്റി കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതുവരെ ഇതിനെപ്പറ്റി എന്താ പറഞ്ഞ ഒരു ഗ്രേ ഏരിയ ഇതിനുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലീഗലായി. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ആൾക്കാർ ഇതിനെപ്പറ്റി ഗൗരവപൂർവ്വം കാണും, പഠിക്കും. ഇനി ഇതുവരെ ഉണ്ടായിരുന്ന വളർച്ചയായിരിക്കില്ല ഇനി ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഇനി അങ്ങോട്ടേക്ക്. നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ എപ്പോഴും നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അതിന്റെ ഒരു നിയമപരിരക്ഷ നമ്മൾ വേണം. ഇപ്പോഴാണ് ഇൻഡസ്ട്രി ലീഗലൈസ് ചെയ്തത്. അതുകൊണ്ട് ധാരാളം ഈ എന്താ പറഞ്ഞ ഈ ഫ്രോഡ് കമ്പനികളെല്ലാം ഇത് വന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് ക്വിക്ക് മണി ഉണ്ടാക്കാനുള്ള മേഖലയായിട്ട് ഇതിനെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പണ്ടത്തെ മണി ചെയിൻ രീതിയിൽ ഇത് കമ്പയർ അപ്പൊ ക്വിക്ക് മണി ഉണ്ടാക്കാൻ വേണ്ടി പല ആൾക്കാരും ഈ മെത്തേഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കുള്ള ബിസിനസ് അതല്ല. ഇപ്പൊ പുതിയ നിയമം വന്നപ്പോൾ അതെല്ലാം കട്ട് ചെയ്തു. ഇപ്പൊ വളരെ ലീഗലായിട്ടുള്ള ബിസിനസ് ഒരു കൺസ്യൂമർ ആംഗിളിൽ ഒരാൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ പരിരക്ഷ കിട്ടുന്നോ അത് മുഴുവൻ ഇപ്പോ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്ന് കിട്ടും. ഇനി അങ്ങോട്ടേക്ക് ഇൻഡസ്ട്രി അതിന്റെ കറക്റ്റ് പാത്തിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാൽ അത് ലീഗലി നോക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും 100%. കാരണം വെച്ചാൽ ഇനിയിപ്പോ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരാൾ ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യത കുറവാണ്. പെട്ടാൽ തന്നെയും നമ്മുടെ പുതിയ മോണിറ്ററി മെക്കാനിസം പ്രകാരം ഓരോ ജില്ലയിലും ഗവൺമെന്റ് ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഒരു ഗവൺമെന്റ് ഓഫീസർ ഉണ്ടാവും. സിവിൽ സപ്ലൈസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന് പരാതി കൊടുക്കാം. അദ്ദേഹത്തിന് നേരിട്ട് കമ്പനിയിൽ പറയാം ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, ആ പരാതി നിങ്ങൾ 45 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണം. ആവശ്യപ്പെട്ടാൽ 45 ദിവസത്തിലെ പരാതി പരിഹരിക്കണം. ഇല്ലെങ്കിൽ ഓഫീസർക്ക് ഇതിന്റെ മോണിറ്ററിംഗ് അതോറിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യാം. മോണിറ്ററിംഗ് അതോറിറ്റി അത് ഇഷ്യൂ ആക്കി എടുക്കും. അത് ഈ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ലൈസൻസ് വരെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഈ മോണിറ്ററിംഗ് അതോറിറ്റിക്ക് ഉണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കൺസ്യൂമർ വഞ്ചിക്കപ്പെടുന്ന ഒരു പ്രശ്നം ഇതിനുള്ളിലില്ല. ഇത് പിന്നെയും കൺസ്യൂമർ കോടതിയുടെ പരിധിയിൽ കൂടെ വരികയാണ്. അപ്പൊ ഒരു കൺസ്യൂമറിന് 2 പ്ലാറ്റ്ഫോം കിട്ടുകയാണ്. ഒന്ന് അദ്ദേഹത്തിന് നേരിട്ട് ഗവൺമെന്റിൽ കൂടെ തന്നെ ഒരു സൊല്യൂഷൻ കാണാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കൺസ്യൂമർ കോടതി വഴി പോകാം. അപ്പൊ കമ്പനി ഇതിന് ലയബിൾ ആയിരിക്കും, കമ്പനി ആൻസറബിൾ ആയിരിക്കും. അതുകൊണ്ട് നല്ല കമ്പനികളൊന്നും ഇനി അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നിൽക്കില്ല. കാരണം ഇത് അത്രമാത്രം ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. ഗവൺമെന്റ് ഈ ലീഗലി ഈ ഗൈഡ് ലൈൻസ് പ്രകാരം അല്ലെങ്കിൽ റൂൾസ് പ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ പെർമിഷൻ കൊടുക്കൂ. ആ പെർമിഷൻ കൊടുത്തിരിക്കുന്ന കമ്പനികളുടെ പേരെല്ലാം കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയിൽ ലിസ്റ്റ് ചെയ്യും കമ്പനിയുടെ പേര്. അപ്പം ഒരാൾക്ക് ഈ ഒരു കമ്പനി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആദ്യമേ ഇതിൽ ലീഗലി കമ്പനികൾ ഏതൊക്കെയാണെന്ന വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഏറ്റവും സെറ്റ് അവിടെ കാണാൻ പറ്റും. ഗവൺമെന്റ് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ അതിനുശേഷം അവനത് പഠിച്ച ശേഷം ഒരു കമ്പനിയിലേക്ക് വന്നാൽ മതി. അപ്പോൾ എന്താ ഒരു ഗുണം എന്താ വെച്ചാൽ ആരും ഇവിടെ ചീറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം ഇതിനുള്ളിൽ 5 പൈസ പോലും മുടക്കില്ല. ജസ്റ്റ് ഷോപ്പ് മാത്രം നമ്മൾ മാറുന്നു, ബ്രാൻഡ് മാത്രം മാറുകയാണ്. ഓക്കെ.